കളി അവസാനിക്കാൻ മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ സ്വന്തം ടീം ഗോൾ നേടി മുന്നിട്ട് നിൽക്കുകയാണെങ്കിൽ ഗോൾ കീപ്പർ മത്സരം വൈകിപ്പിക്കാൻ ബോധപൂർവം ശ്രമിക്കുന്നത് വർത്തമാനകാല ഫുട്ബോളിലെ സ്ഥിരം കാഴ്ചയാണ്. എതിർ ടീമും റഫറിയും ഒരുപോലെ ആവശ്യപ്പെട്ടാലും ഗോൾ കീപ്പർ സമയമെടുത്ത് പതുക്കെയാകും പന്ത് റിലീസ് ചെയ്യുക. പലപ്പോഴും ടൈം വേസ്റ്റിങ്ങിന് അവസാന മിനിറ്റുകളിൽ ഗോൾ കീപ്പർമാർക്ക് മഞ്ഞക്കാർഡ് നൽകുന്നതും നിത്യസംഭവമാണ്. എന്നാൽ ഇത്തരത്തിൽ അനാവശ്യമായി കളി വൈകിപ്പിക്കുന്ന ഗോൾ കീപ്പർമാർക്ക് ഇനി മുതൽ മുട്ടൻ പണിയാണ് കിട്ടാൻ പോകുന്നത്. 8 സെക്കൻഡിൽ കൂടുതൽ ഗോൾ കീപ്പർ പന്ത് ഹോൾഡ് ചെയ്താൽ എതിർ ടീമിന് അനുകൂലമായി കോർണർ നൽകുന്ന സുപ്രധാന നിയമം നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ് രാജ്യാന്തര ഫുട്ബോൾ അസോസിയേഷൻ. അടുത്ത സീസൺ മുതലാകും ഈ നിയമം പ്രാബല്യത്തിൽ വരിക. മത്സരത്തിനിടെ ടൈം വേസ്റ്റിംഗ് കണ്ടെത്തിയാൽ റഫറി കോർണർ വിധിക്കുകയാണ് ചെയ്യുക. ഇതിനു മുമ്പായി റഫറി ഗോൾ കീപ്പർക്ക് കൈവിരലുകൾ ഉയർത്തി മുന്നറിയിപ്പ് നൽകും. നിലവിൽ പ്രാബല്യത്തിലുള്ള നിയമപ്രകാരം ഗോൾ കീപ്പർമാർക്ക് 6 സെക്കൻഡ് മാത്രമേ പന്ത് കൈവശം വെക്കാവൂ എന്നുണ്ടെങ്കിലും ഇത് കൃത്യമായി പ്രയോഗതലത്തിൽ കൊണ്ടുവന്നിരുന്നില്ല. നിയമം കർശനമല്ലെന്ന് വന്നതോടെ പല ഗോൾ കീപ്പർമാരും ഇത് ദുരുപയോഗം ചെയ്യാനും തുടങ്ങി. പലപ്പോഴും മത്സരത്തിന്റെ മൊമെന്റം കളയാൻ ഇത് കാരണമായി. പലപ്പോഴായി പരാതികളും ഉയർന്നതോടെ ഇന്റർനാഷണൽ ഫുട്ബോൾ അസോസിയേഷൻ ബോർഡ് വാർഷിക ജനറൽ ബോഡി യോഗത്തിൽ നിയമം പരിഷ്കരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. പരീക്ഷണാർത്ഥം ഇംഗ്ലണ്ടിലെയും ഇറ്റലിയിലെയും യൂത്ത് ലീഗുകളിലും മാൾട്ടയിലെ ലീഗിലും നേരത്തെ ഈ നിയമം നടപ്പിലാക്കിയിരുന്നു. ഇവിടെ നിന്നെല്ലാം പോസിറ്റീവ് റിപ്പോർട്ട് ലഭിച്ചതിനെ തുടർന്നാണ് യൂറോപ്പിൽ അടക്കമുള്ള പ്രധാന ലീഗുകളിലേക്ക് നിയമം വ്യാപിപ്പിക്കുന്നത്. ഈ വർഷം ജൂലൈ 1 മുതലാകും ആഗോളതലത്തിൽ ഇത് പ്രയോഗതലത്തിൽ വരിക. ഇതിനു മുമ്പായി ജൂണിൽ മിയാമിയിൽ നടക്കുന്ന ക്ലബ് ലോകകപ്പിലും നിയമം നടപ്പിലാക്കാൻ അധികൃതർക്ക് പദ്ധതിയുണ്ട്.